ഫ്രണ്ട്സ് നമ്മൾ വന്നിരിക്കുന്നത് 2 നോട്ടിഫിക്കേഷനായിട്ട് വന്നിരിക്കുന്നത്. രണ്ടും പെർമനൻറ്റ് വേക്കൻസിയാണ്. അപ്പോൾ ഇതിലേക്ക് ഒന്ന് നമ്മുടെ ഹിന്ദുസ്ഥാൻ പെട്രോളിയം കോർപ്പറേഷൻ ലിമിറ്റഡ് അതായത് HPCLൻ്റെ പുതിയൊരു റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഫ്രഷേഴ്സിന് അപ്ലൈ ചെയ്യാൻ പറ്റും, അതുപോലെ തന്നെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള കാൻഡിഡേറ്റ്സിന് അപ്ലൈ ചെയ്യാനുള്ള വേക്കൻസി ഉണ്ട്. ഇനി രണ്ടാമത്തെ നോട്ടിഫിക്കേഷൻ എന്ന് പറയുന്നത് NTPCയുടെ നോട്ടിഫിക്കേഷനാണ്. അപ്പോൾ ഇതിലേക്ക് നിങ്ങൾക്ക് ഫ്രഷേഴ്സിന് അപ്ലൈ ചെയ്യാൻ പറ്റും. അപ്പോൾ എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത്, എങ്ങനെയാണ് സെലക്ഷൻ എന്നുള്ള കാര്യങ്ങളൊക്കെ ഓരോ നോട്ടിഫിക്കേഷനും നമ്മൾ വിശദമാക്കുന്ന വീഡിയോ ആണ്. അതുകൊണ്ട് വീഡിയോ സ്കിപ്പ് ചെയ്ത് മുഴുവനായിട്ടും കാണുക നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ. പിന്നെ അതോടൊപ്പം തന്നെ നമ്മുടെ ചാനലിൽ കയറി റീസെൻ്റായി ചെയ്ത വീഡിയോസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇനി അത് മാത്രമല്ല, നമ്മുടെ ചാനലിൽ സബ്സ്ക്രൈബ് ബട്ടൻ്റെ സമീപത്ത് ജോയിൻ ബട്ടൺ ഉണ്ടാവും. ജോയിൻ ബട്ടൺ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് എന്താണ് മെമ്പേഴ്സ് ഓൺലി വീഡിയോസും കാണാം. ഓക്കെ, അപ്പോൾ അത്തരം വീഡിയോസും നമ്മൾ ചെയ്തു വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് മെമ്പർഷിപ്പ് എടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ മെമ്പർഷിപ്പ് എടുത്ത് അത്തരം വീഡിയോസും കാണാവുന്നതാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ നേരെ നമുക്ക് എന്ത് ചെയ്യാം, ഇതിൻ്റെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷനിലേക്ക് വരാം. ഇതാണ് ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ. 2 നോട്ടിഫിക്കേഷൻ ഉണ്ടെന്ന് പറഞ്ഞു. ഒന്ന് നമ്മുടെ HPCLൻ്റെ, രണ്ടാമത്തത് NTPC. അപ്പോൾ ആദ്യം നമ്മൾ പറയുന്നത് HPCLൻ്റെ നോട്ടിഫിക്കേഷൻ പറഞ്ഞ് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ രണ്ടാമത്തെ നോട്ടിഫിക്കേഷൻ എടുക്കും, NTPCയുടെ. ഓക്കെ, അപ്പോൾ ഈ ഒരു നോട്ടിഫിക്കേഷൻ പ്രകാരം HPCLൻ്റെ നോട്ടിഫിക്കേഷനാണ് ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത് പ്രകാരം നമുക്ക് അപ്ലൈ ചെയ്യാനുള്ള സ്റ്റാർട്ടിംഗ് ഡേറ്റ് 1 ജൂലൈ മുതൽ, അത് നിങ്ങൾക്ക് ജൂലൈ 1 മുതൽ നിങ്ങൾക്ക് ഇതിലേക്ക് ഓൺലൈനായിട്ട് അപേക്ഷ നൽകാം. ദെൻ ലാസ്റ്റ് ഡേറ്റ്, ഓൺലൈൻ അപേക്ഷയുടെ ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ജൂലൈ 20 വരെ സമയമുണ്ട് കേട്ടോ. ജൂലൈ 20ൻ്റെ ഉള്ളിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്താൽ മതി. ഓൺലൈനായിട്ടാണ് അപ്ലൈ ചെയ്യേണ്ടത്. എങ്ങനെ അപ്ലൈ ചെയ്യേണ്ട ലിങ്ക് കാര്യങ്ങളൊക്കെ ഞാൻ കാണിക്കാം. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഫ്രഷറിൻ്റെ വേക്കൻസിയാണ് നമ്മൾ എടുക്കുന്നത്. ഇതിലേക്ക് കണ്ടോ, ജൂനിയർ എക്സിക്യൂട്ടീവ് എന്ന് പറയുന്ന പോസ്റ്റാണ്. അപ്പോൾ അതിൽ ഡിസിപ്ലിൻ വരുന്നത് നമുക്ക് കെമിക്കലാണ്. അപ്പോൾ കെമിക്കലിൽ അതിൻ്റെ പേ സ്കെയിൽ കാണാം. നിങ്ങൾക്ക് 30,000 മുതൽ 1,20,000 അതിൻ്റെ സ്കെയിൽ വരുന്നത്. വേക്കൻസി 37 വേക്കൻസി ഉണ്ട് കേട്ടോ. ഓക്കെ, നിങ്ങൾക്ക് മാക്സിമം ഏജ് എന്ന് പറയുന്നത് 25 വയസ്സ് വരെ ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. പിന്നെ ഏജ് റിലാക്സേഷൻ ഒക്കെ ഉണ്ടായിരിക്കും. SC/ST ആണെങ്കിൽ 5 വർഷം, OBC ആണെങ്കിൽ 3 വർഷം, OBC/NCലാണ് 3 വർഷം ഏജ് റിലാക്സേഷൻ കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. പിന്നെ ഇതിൻ്റെ എസെൻഷ്യൽ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് ഡിപ്ലോമയാണ്. 3 വർഷം ഡ്യൂറേഷൻ ആയിട്ടുള്ള രീതിയിൽ നിങ്ങൾ ഫുൾ ടൈം ആയിട്ട് ഡിപ്ലോമ പഠിച്ചാൽ, ഇനിയിപ്പോൾ ലാറ്ററൽ എൻട്രിയിലൂടെ നിങ്ങൾ പഠിച്ചവരാണെങ്കിൽ 2 വർഷം രീതിയിൽ പഠിച്ചവരാണെങ്കിലും അപ്ലൈ ചെയ്യാം. +2 സയൻസ് കഴിഞ്ഞിട്ടോ അല്ലെങ്കിൽ IT കഴിഞ്ഞിട്ടോ നിങ്ങൾ പഠിച്ചവരാണെങ്കിൽ, അതായത് സെക്കൻഡ് ഇയറിലേക്ക് അഡ്മിഷൻ എടുത്ത് അങ്ങനെ പഠിക്കില്ല, ലാറ്ററൽ എൻട്രി അങ്ങനെയുള്ള പഠിച്ചവരാണെങ്കിലും തീർച്ചയായിട്ടും അപ്ലൈ ചെയ്യാൻ പറ്റും. കെമിക്കൽ എഞ്ചിനീയറിംഗിലാണ് നിങ്ങൾക്ക് ഡിപ്ലോമ വേണ്ടത് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇതിലേക്ക് നിങ്ങൾക്ക് ഫ്രഷേഴ്സിന് അപ്ലൈ ചെയ്യാൻ യാതൊരുവിധ എക്സ്പീരിയൻസിൻ്റെ ആവശ്യമില്ല. രണ്ടാമത്തെ പോസ്റ്റ് എന്ന് പറയുന്നത് ജൂനിയർ എക്സിക്യൂട്ടീവ് തന്നെ ഫയർ ആൻഡ് സേഫ്റ്റിയാണ്. 17 വേക്കൻസി ഉണ്ട്. അപ്പോൾ നിങ്ങളുടെ കൂട്ടുകാരുടെ മാക്സിമം ഇതിലേക്ക് നിങ്ങൾ അവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. 25 ഏജ് ലിമിറ്റ്, ഏജ് റിലാക്സേഷൻ കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ SC/ST ആണെങ്കിൽ 5 വർഷം, OBC ആണെങ്കിൽ 3 വർഷം. ഓക്കെ, ഇനി ഇതിലേക്ക് നിങ്ങൾക്ക് സയൻസ് ഗ്രാജുവേറ്റ് ആയിരിക്കുക എന്നുള്ളതാണ്. സയൻസ് ഇന്ന സബ്ജക്റ്റ് എന്നുള്ളത്, ജസ്റ്റ് ബാച്ചിലർ ഓഫ് സയൻസ് നിങ്ങൾ ഗ്രാജുവേറ്റ് ആയിരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ജസ്റ്റ് നിങ്ങൾക്ക് സയൻസിലൊരു ബിരുദം ഉണ്ടായിരിക്കുക. അത് സയൻസ് ഇന്ന സബ്ജക്റ്റ് വേണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. ജസ്റ്റ് സയൻസിലൊരു ബിരുദം ഉണ്ടായിരിക്കുക എന്നുള്ളതാണ്. പ്ലസ് അതിൻ്റെ കൂടെ നിങ്ങൾക്ക് ഡിപ്ലോമ വേണം, ഫയർ ആൻഡ് സേഫ്റ്റിയിലുള്ള ഡിപ്ലോമ വേണം. ഓക്കെ, അപ്പോൾ ഫയർ ആൻഡ് സേഫ്റ്റിയിലുള്ള ഡിപ്ലോമ വേണം. അപ്പോൾ ഈ പറയുന്ന സയൻസ് ഗ്രാജുവേറ്റ് അല്ലെങ്കിൽ നിങ്ങൾക്ക് സയൻസിലുള്ള ബിരുദം മാത്രം വെച്ചിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. അതിൻ്റെ കൂടെ നിങ്ങൾക്ക് ഫയർ ആൻഡ് സേഫ്റ്റിയിലുള്ള ഡിപ്ലോമ നിർബന്ധമാണ്. ഓക്കെ, പ്ലസ് അതിൻ്റെ കൂടെ വാലിഡ് ആയിട്ടുള്ള ഹെവി വെഹിക്കിൾ ഡ്രൈവിംഗ് ലൈസൻസും പാടെ വേണം. അപ്പോൾ 3 കാര്യങ്ങളും പാടെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. ഫ്രഷേഴ്സിന് അപ്ലൈ ചെയ്യാൻ യാതൊരു എക്സ്പീരിയൻസും വേണ്ട എന്നുള്ളതാണ്. ഓക്കെ, പിന്നെ താഴോട്ട് സ്ക്രോൾ ഡൗൺ ചെയ്താൽ എക്സ്പീരിയൻസ്ഡ് പേഴ്സണൽ എന്ന് പറഞ്ഞാൽ കൂടെ കാണാൻ പറ്റും. ഇതിൽ എക്സ്പീരിയൻസ് ആവശ്യമുള്ള പോസ്റ്റുകളാണ്. അപ്പോൾ ഇവിടെ കാണാൻ സീനിയർ ഓഫീസർ സെയിൽസ് റീറ്റെയിൽ എന്നൊക്കെ പറഞ്ഞിട്ട് കൂടെ കാണാൻ പറ്റും. ഇതിൻ്റെ പേ സ്കെയിൽ കാണാം. 52 വേക്കൻസി ഉണ്ട്. 29 വയസ്സിൽ ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. ഇതിലേക്ക് വേണ്ട യോഗ്യത എന്ന് പറയുന്നത് 4 ഇയർ ഡ്യൂറേഷനുള്ള എഞ്ചിനീയറിംഗ് ഡിഗ്രിയാണ്. അത് ഈ പറയുന്ന BA or BTech, നിങ്ങൾക്ക് മെക്കാനിക്കൽ അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ അല്ലെങ്കിൽ ഇൻസ്ട്രുമെൻറ്റേഷൻ അല്ലെങ്കിൽ കെമിക്കൽ അല്ലെങ്കിൽ സിവിൽ എഞ്ചിനീയറിംഗ്, ഈ പറഞ്ഞിരിക്കുന്ന ഏതെങ്കിലും ഡിസിപ്ലിനിൽ ഇതുമായി ബന്ധപ്പെട്ടുള്ള ഡിസിപ്ലിനിലോ നിങ്ങൾക്ക് BA or BTech ഉണ്ടെങ്കിൽ ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. അത് മാത്രം പോരട്ടോ. പ്ലസ് അതിൻ്റെ കൂടെ എന്തുപാടെ വേണം, നമുക്ക് 2 വർഷം ഫുൾ ടൈം ആയിട്ട് നിങ്ങൾ 2 വർഷം ഡ്യൂറേഷനുള്ള MBA അതല്ലെങ്കിൽ PGDM, ഓക്കെ, ഈ പറയുന്ന ഏതെങ്കിലും ഒരു കോഴ്സും പാടെ അതിൻ്റെ കൂടെ നിങ്ങൾ ചെയ്തിരിക്കണം എന്നുള്ളതാണ് കേട്ടോ. അല്ലെങ്കിൽ MBAക്ക് ഇക്വലൻ്റ് ആയിട്ടുള്ള ക്വാളിഫിക്കേഷൻ അത് വെച്ചിട്ട് നിങ്ങൾക്ക് ട്രൈ ചെയ്യാം. ഇതിലേക്ക് 2 വർഷത്തെ എക്സ്പീരിയൻസ് മിനിമം വേണം. അപ്പോൾ എക്സ്പീരിയൻസ് ഒക്കെ ഏത് മേഖല വേണ്ടെങ്കിൽ താഴെ ഇതിലുണ്ട്. അപ്പോൾ നിങ്ങൾ നോക്കുക എക്സ്പീരിയൻസ് ഉള്ള വിദ്യാർത്ഥികളാണെങ്കിൽ. ഇനി ഇവിടുന്ന് അങ്ങോട്ട് നമ്മൾ പറയുന്നില്ല. കാരണം ഇതെന്നൊക്കെ പറഞ്ഞാൽ നിങ്ങൾക്ക് 6 വർഷം, പിന്നെ 9 വർഷം, പിന്നെ 15 വർഷത്തൊക്കെ കൂടിയ പോസ്റ്റാണ്. ഇവിടെ പേ സ്കെയിൽ നിങ്ങൾക്ക് ഉണ്ടോ, 2 ലക്ഷത്തിന് മുകളിലൊക്കെ പോകും. നിങ്ങൾക്കിവിടെ കാണാം. ഓക്കെ, 18 വർഷം. അപ്പോൾ ഇത്രയൊക്കെ എക്സ്പീരിയൻസ് ഉള്ള ഏതെങ്കിലും കാൻഡിഡേറ്റ്സ് നമ്മുടെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. ഓക്കെ, കണ്ടോ, 12, 15, 18 വർഷം. ഓക്കെ, ഇതൊക്കെയാണ് ഇവിടെ ചോദിക്കുന്നത്. 21 വർഷത്തെ എക്സ്പീരിയൻസ്. 1,20,000 മുതൽ 2,80,000 അത് സ്കെയിൽ വരുന്നത്. ഓക്കെ, അപ്പോൾ അതൊക്കെ നമ്മൾ സ്കിപ്പ് ചെയ്യാണ്.
ഇവിടെ 24 വർഷം കണ്ടോ നിങ്ങൾ. ഓക്കെ, എക്സ്പീരിയൻസ് ചോദിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ആ ഒരു 3 പോസ്റ്റാണ്, പിന്നെ മറ്റേ 2 വർഷം എന്നുള്ളതാണ്. പിന്നെ ഇവിടെ നിങ്ങൾക്ക് ഈ പറയുന്ന എക്സ്പീരിയൻസ് ഉള്ള ആ ഒരു എക്സ്പീരിയൻസ് ആവശ്യമുള്ള പോസ്റ്റിലേക്ക്, ഇപ്പോൾ സീനിയർ ഓഫീസർ സെയിൽസിലേക്കൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ മിനിമം 2 വർഷത്തെ എക്സ്പീരിയൻസ് വേണം. 2 വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ളതിന് എക്സ്ട്രാ നിങ്ങൾക്ക് ഏജ് റിലാക്സേഷൻ ഒന്നും വേറെ കിട്ടില്ല. അതല്ലാതെ നിങ്ങൾക്ക് 3 വർഷം എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ എന്താണ് 29 എന്നുള്ള 30 വയസ്സിൽ അപ്ലൈ ചെയ്യാൻ പറ്റും. പ്ലസ് നിങ്ങൾക്ക് SC/ST ഒക്കെ ആണെങ്കിൽ അതിൻ്റെ ആ ഒരു റിലാക്സേഷൻ ഇവിടെ കിട്ടും കേട്ടോ. പിന്നെ ഒരു 4 വർഷമൊക്കെ ഉണ്ടെങ്കിലും 31 വയസ്സിലൊക്കെ എന്ത് ചെയ്യണം, ഏജ് റിലാക്സേഷൻ കിട്ടും എന്നുള്ളതാണ്. അത് അങ്ങനെയുള്ള ഉദ്യോഗാർത്ഥികളുണ്ടെങ്കിൽ നോക്കുക, ബാക്കിയൊക്കെ നമ്മൾ പറയുന്നില്ല. ഓക്കെ, പിന്നെ ഇതിൽ നിങ്ങൾക്ക് എലിജിബിൾ ഡിഗ്രീസ് ആണ്. അപ്പോൾ ഈ പറയുന്ന മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിൽ അതുമായി ബന്ധപ്പെട്ട് ഏതൊക്കെ കഴിഞ്ഞവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും, അതുപോലെ ഇലക്ട്രിക്കലിൽ ഏതൊക്കെ കഴിഞ്ഞവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും എന്നുള്ളതൊക്കെയാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ സിവിലിൽ ഏതൊക്കെ കഴിഞ്ഞവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ അങ്ങനെയുള്ള ഉദ്യോഗാർത്ഥികൾ അതിനനുസരിച്ചാക്കുക. അപ്പോൾ ഡിപ്ലോമൻ്റ് ഇതിൽ അതുപോലെ കൊടുത്തിട്ടുണ്ട്. കെമിക്കൽ ആണെങ്കിൽ കെമിക്കൽ എഞ്ചിനീയറിംഗ്, അല്ലെങ്കിൽ കെമിക്കൽ എഞ്ചിനീയറിംഗ് സ്പെഷ്യലൈസേഷൻ എന്ന് പറഞ്ഞിട്ട് ഈ പറയുന്ന രീതിയിൽ കഴിഞ്ഞവർക്ക് അപ്ലൈ ചെയ്യാം. ഇനി എല്ലാ ഉദ്യോഗാർത്ഥികളും ശ്രദ്ധിക്കേണ്ടത് 65% മാർക്ക് മിനിമം ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് ടോട്ടൽ ജനറൽ OBC അതുപോലെ EWS കാൻഡിഡേറ്റ്സിന്. ഓക്കെ, എന്നാൽ SC/ST PWBD ഡിസബിലിറ്റി ഉള്ള ഉദ്യോഗാർത്ഥികൾക്കും SC/ST കാൻഡിഡേറ്റ്സിനും അവർക്ക് 55% മാർക്ക് മതി കേട്ടോ. ബാക്കിയുള്ളവർക്ക് 65% മാർക്ക് ഉണ്ടായിരിക്കണം അവരുടെ ക്വാളിഫിക്കേഷൻ ഡിഗ്രിയിലോ, അല്ലെങ്കിൽ ഈ പറയുന്നത് എന്താണോ ഡിപ്ലോമയാണെങ്കിൽ ഡിപ്ലോമയിലോ കേട്ടോ. ഇനി ലാറ്ററൽ എൻട്രിയിലൂടെ നിങ്ങൾ അഡ്മിഷൻ എടുത്ത് കയറിയ ഉദ്യോഗാർത്ഥികൾക്കും തീർച്ചയായിട്ടും ഇതിലേക്ക് അപ്ലൈ ചെയ്യാം കേട്ടോ. ഓക്കെ, അപ്പോൾ അവരുടെ അവസാനത്തെ 4 സെമസ്റ്ററിൻ്റെ നോക്കിയിട്ട് അവർക്ക് ആ പറഞ്ഞ പെർസെൻറ്റേജ് ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. പിന്നെ നിങ്ങൾക്ക് ജോബ് പ്രൊഫൈൽ നിങ്ങൾക്ക് എന്തൊക്കെയാണ് ആ ഒരു ഡ്യൂട്ടി കാര്യങ്ങളൊക്കെ ഉണ്ടാകുക എന്നുള്ള കാര്യങ്ങളൊക്കെ അറിയണമെങ്കിൽ നിങ്ങൾക്ക് ഇത് റീഡ് ചെയ്യാം. ഓക്കെ, ഇനി നമുക്ക് അതിനെക്കുറിച്ചിട്ട് ഓരോ പോസ്റ്റ് വൈസ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ അതിൽ കൊടുത്തിട്ട് ഓരോ പോസ്റ്റിന് എന്തൊക്കെയാണ് ഡ്യൂട്ടീസ്, നിങ്ങളുടെ വർക്ക് ഏരിയ ഏതാണെന്നൊക്കെ ഉള്ളത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, ഇനി താഴോട്ട് സ്ക്രോൾ ഡൗൺ ചെയ്യുക. ഇനി നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളോട് പറയാം. ഇതിൽ ഷോർട്ട് ലിസ്റ്റ് ചെയ്യുന്ന സെലക്ഷൻ എന്നൊക്കെ പറയുന്നത് പല കാര്യങ്ങളുണ്ടായിരിക്കും. അത് കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ്, ഒരു റിട്ടൺ ടെസ്റ്റ്, അല്ലെങ്കിൽ ഗ്രൂപ്പ് ടാസ്ക്, അതുപോലെ സൈക്കോമെട്രിക് അസസ്മെൻറ്റ്, സ്കിൽ ടെസ്റ്റ്, പേഴ്സണൽ ടെക്നിക്കൽ ഇൻ്റർവ്യൂ എന്നൊക്കെ പറഞ്ഞിട്ട് ഏത് മേഖലയുണ്ടായത് ഡിപ്പെൻസ് ഓൺ അവർ തീരുമാനിക്കും. അതിനനുസരിച്ചിട്ട് നമ്പർ ഓഫ് അപേക്ഷയും ഏത് പോസ്റ്റിനാണ് എന്നതൊക്കെ ചില മാറ്റങ്ങളുണ്ടാകും. അപ്പോൾ കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റാണ് കോമൺ ആയിട്ട്. അപ്പോൾ അതിന് നിങ്ങൾക്ക് ഉണ്ടാകുന്ന 2 പാർട്ട് വരും. അതിൽ നിങ്ങൾക്കിവിടെ കാണാം. ഒന്ന് ജനറൽ ആപ്റ്റിറ്റ്യൂഡാണ്. അതിൽ നിങ്ങൾക്ക് ഇംഗ്ലീഷ് ലാംഗ്വേജ് ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റാണ്. പിന്നെ ഇൻ്റലക്ച്വൽ പൊട്ടൻഷ്യൽ ടെസ്റ്റ് എന്ന് പറഞ്ഞിട്ട് ലോജിക്കൽ റീസണിങ്, ഡാറ്റ ഇൻ്റർപ്രിട്ടേഷനൊക്കെ ഉണ്ടായിരിക്കും. പിന്നെ ടെക്നിക്കൽ, ഇതാണ് പാർട്ട് 1 വരുന്നത്. പിന്നെ ഇവിടെ നിങ്ങൾക്ക് ഇത് പാർട്ട് 1. ഓക്കെ, ദെൻ പാർട്ട് 2 വരുന്നത് ടെക്നിക്കൽ ഓർ പ്രൊഫഷണൽ നോളജാണ്. ഓക്കെ, നിങ്ങളുടെ സബ്ജക്റ്റിലായിട്ട് നിങ്ങളുടെ ഡിഗ്രി അല്ലെങ്കിൽ ഡിപ്ലോമ ഏതാ ആ സബ്ജക്റ്റുമായി ബന്ധപ്പെട്ടാണ് വരിക. പിന്നെ ഇതിൻ്റെ എക്സാം നടക്കുന്നത് ഓഗസ്റ്റോ സെപ്റ്റംബറിൽ തന്നെ എക്സാം നടക്കാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ് കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ്. പിന്നെ അത്രയും കാര്യങ്ങളാണ് അവിടെ. പിന്നെ നമുക്കിതിൽ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ഇതിൻ്റെ പോസ്റ്റിംഗ് ലൊക്കേഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ ഏത് യൂണിറ്റിൽ ഏത് സെക്ഷനിൽ എവിടെ വേണമെങ്കിലും നമ്മൾ പോസ്റ്റ് ചെയ്യാം കേട്ടോ. ഓക്കെ, പിന്നെ പ്രൊബേഷൻ ഉണ്ടായിരിക്കും, 1 ഇയർ പ്രൊബേഷൻ പീരീഡ് ഉണ്ടായിരിക്കും എന്നുള്ളതാണ്. ഓക്കെ, പിന്നെ ഇതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എത്രയൊക്കെയാണ്. ഇനി എങ്ങനെയാണ് നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങളിലേക്കാണ് വരുന്നത്. അപ്പോൾ അതിനായിട്ട് നിങ്ങൾ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ അപ്ലൈ നൗ എന്ന് പറഞ്ഞിട്ട് HPCL എന്ന് പറഞ്ഞിട്ട് കൊടുക്കും കേട്ടോ. HPCL റിക്രൂട്ട്മെൻറ്റ് 2026 കൊടുക്കും. അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങളിതാ ഈ ഒരു പേജിലേക്കാണ് വരിക. HPCLൻ്റെ ഈ ഒരു പേജിലേക്കാണ് വരിക. HPCL ഓഫീസേഴ്സ് റിക്രൂട്ട്മെൻറ്റ് പറഞ്ഞിട്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ താഴോട്ട് സ്ക്രോൾ ഡൗൺ ചെയ്യുക. ഇവിടെ നമ്മുടെ സോഷ്യൽ മീഡിയ ഐക്കൺ ഇതിലൊക്കെ ഫോളോ ചെയ്യാവുന്നതാണ്. അപ്ഡേഷൻ കാര്യങ്ങളും ജൂലൈ 20 ലാസ്റ്റ് ഡേറ്റ്. ഇതിൽ മലയാളത്തിൽ മറ്റു ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് താഴോട്ട് സ്ക്രോൾ ഡൗൺ ചെയ്യുക. ഏറ്റവും താഴേക്ക് വന്ന ഇമ്പോർട്ടൻറ്റ് ലിങ്ക്സിൽ നോട്ടിഫിക്കേഷൻ തന്നെ കാണാൻ നോട്ടിഫിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാം. അപ്ലിക്കേഷൻ ഫോം എന്നുള്ളത് നേരെ നിങ്ങൾ അപ്ലിക്കേഷൻ ഫോം എന്നുള്ള ഓപ്പൺ ആക്കാം. അപ്പോൾ അപ്ലിക്കേഷൻ ഫോം എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മളിതാ HPCLൻ്റെ ഈ ഒരു പേജിലേക്കാണ് വരിക. ഇവിടെ നമുക്ക് ഓൾറെഡി അക്കൗണ്ട് ഉണ്ട്, നമുക്ക് സൈനിങ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ആദ്യമായിട്ട് വരുന്നതാണെങ്കിൽ സൈൻ അപ്പ് ഫോർ ന്യൂ രജിസ്ട്രേഷൻ എന്നുള്ളത് ക്ലിക്ക് ചെയ്യാം. അത് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇവിടെ സൈനപ്പ് ചെയ്യാനുള്ള പേജ് ഓപ്പണായി വരും. അതിൽ നമ്മുടെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ അടിച്ച് നമ്മളങ്ങനെ ഫില്ല് ചെയ്ത് പോകണം കേട്ടോ. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം ഈ സൈനപ്പിൽ നിങ്ങൾക്ക് ഫസ്റ്റ് നെയിം അതുപോലെ നിങ്ങളുടെ മിഡിൽ നെയിം ഇതൊക്കെ കൊടുത്ത് നമ്മൾ മെയിൽ ID മൊബൈൽ നമ്പർ ഇതൊക്കെ കൊടുത്ത് നമ്മൾ കൺഫേം ചെയ്ത് നമ്മൾ അങ്ങനെ ഇത് ചെയ്യണം, രജിസ്റ്റർ ചെയ്യണം. അങ്ങനെ രജിസ്റ്റർ ചെയ്ത് പിന്നെ നിങ്ങൾ അതിൻ്റെ ആ ഒരു പ്രോസസ്സ് അങ്ങനെ ചെയ്ത് പോയാൽ മതി. എന്തൊക്കെയാണോ സ്റ്റെപ്പ് വെച്ചാൽ അത് കംപ്ലീറ്റ് നിങ്ങളങ്ങനെ ചെയ്ത് പോയാൽ മതി. ഓക്കെ, ഇനി നമ്മൾ ഓൺലൈനായിട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. താല്പര്യമുണ്ട് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ വാട്സപ്പ് നമ്പർ ഉണ്ടായാലും വാട്സപ്പിലും മെസ്സേജ് അയച്ചാൽ മതി. ഇനി അടുത്ത രണ്ടാമത്തെ നോട്ടിഫിക്കേഷൻ, ഇപ്പോൾ HPCLൻ്റെ കംപ്ലീറ്റ് കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. ഇനി രണ്ടാമത്തെ നോട്ടിഫിക്കേഷൻ നമ്മൾ എടുക്കുന്നത് HPCL ജസ്റ്റ് ഞാൻ ക്ലോസ് ചെയ്യട്ടെ. ഓക്കെ, രണ്ടാമത്തെ നോട്ടിഫിക്കേഷൻ നമ്മൾ എടുക്കുന്നത് NTPCയുടെ നോട്ടിഫിക്കേഷനാണ്. അപ്പോൾ NTPCയുടെ പോസ്റ്റിൽ ഏത് പോസ്റ്റിലേക്കാണ് വിളിച്ചിരിക്കുന്നത് വെച്ചാൽ അസിസ്റ്റൻറ്റ് കെമിസ്റ്റ് ട്രെയിനി എന്ന് പറയുന്ന പോസ്റ്റിലേക്കാണ് വിളിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിലേക്ക് നിങ്ങൾക്ക് വേണ്ട യോഗ്യത MSc, അതായത് കെമിസ്ട്രിയിൽ നിങ്ങൾക്ക് MSc കെമിസ്ട്രി കഴിഞ്ഞവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും.
ഓക്കെ, MSc കെമിസ്ട്രി കഴിഞ്ഞവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. ഇതിലേക്ക് 60% മാർക്ക് ഉണ്ടായിരിക്കണം. എന്നാൽ SC/ST PWBD കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ അവർക്ക് ജസ്റ്റ് പാസ് മാർക്ക് മതി കേട്ടോ, 60 വേണമെന്നില്ല. ഇനി ഫൈനൽ ഇയർ ഓർ ഫൈനൽ സെമസ്റ്ററിലൊക്കെ പഠിക്കുന്ന വിദ്യാർത്ഥികളുണ്ട്, അവർക്കും ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. പക്ഷേ കണ്ടീഷൻ എന്ന് വെച്ചാൽ 31/7/2026 എന്ന് പറയുന്ന ഈ ഡേറ്റിൻ്റെ ഉള്ളിൽ അവരുടെ റിസൾട്ട് വരണം എന്നുള്ളതാണ്. അങ്ങനെയുള്ളവരുണ്ടെങ്കിൽ അവർക്ക് അപ്ലൈ ചെയ്യാമെന്നുള്ളതാണ്. ഓക്കെ, അതോടൊപ്പം തന്നെ അപ്പർ ഏജ് ലിമിറ്റ് മാക്സിമം 27 വയസ്സ് വരെ എന്ത് ചെയ്യാം, ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. SC/ST OBC അങ്ങനെയുള്ള കാൻഡിഡേറ്റ്സിന് PWBD എക്സ് ഇവർക്കൊക്കെ ഏജ് റിലാക്സേഷൻ ഉണ്ട് കേട്ടോ. SC/ST ആണെങ്കിൽ 5 വർഷം, OBC ആണെങ്കിൽ 3 വർഷം, PWBD കാൻഡിഡേറ്റ്സ് 10 മുതൽ 5 വർഷം വരെ ഏജ് റിലാക്സേഷൻ കാര്യങ്ങളുണ്ടാവും. ഇനി ഇതിൻ്റെ പേ സ്കെയിൽ ഇവിടെ കാണാം, 30,000 മുതൽ 1,20,000 ആണ്. ഓക്കെ, പിന്നെ മറ്റു ബെനിഫിറ്റ് അലവൻസ് കാര്യങ്ങളൊക്കെ അതിൻ്റെ കൂടെ ഉണ്ടായിരിക്കും. പിന്നെ അതുപോലെ തന്നെ വേക്കൻസീസും കൂടെ കാണാം. ജനറൽ 17 വേക്കൻസി, EWSന് 4 വേക്കൻസി, OBCക്ക് 10 വേക്കൻസി, SCക്ക് 6, STക്ക് 3, അങ്ങനെ 40 വേക്കൻസിയാണ് ടോട്ടൽ വിളിച്ചിരിക്കുന്നത്. സെലക്ഷൻ പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇതിലേക്ക് ഓൺലൈൻ എക്സാം ഉണ്ടാവും. അതിൽ നമുക്ക് 2 പാർട്ട് ഉണ്ട്. ഒന്ന് സബ്ജക്ട് നോളജ് ഉണ്ടാവും, അതുപോലെ തന്നെ എക്സിക്യൂട്ടീവ് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് പറഞ്ഞിട്ടുണ്ടാവും കേട്ടോ. ഓക്കെ, അപ്പോൾ 2 പാർട്ടായിട്ട് അങ്ങനെ വരും. പിന്നെ ഇതിലേക്ക് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഓൺലൈനായിട്ടാണ് അപ്ലൈ ചെയ്യേണ്ടത്. ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യുന്ന സമയത്ത് എല്ലാ ഡോക്യുമെൻറ്റ്സും നമ്മൾ അപ്ലോഡ് ചെയ്യണം. ഓക്കെ, അതോടൊപ്പം തന്നെ അപേക്ഷാ ഫീസ് വരും കേട്ടോ. ജനറൽ EWS OBC കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ 500 രൂപ വരും. എന്നാൽ SC/ST അതുപോലെ PWBD കാൻഡിഡേറ്റ്സ്, എക്സ് സർവീസ്മാൻ ആൻഡ് ഫീമെയിൽ കാൻഡിഡേറ്റ്സ് ഇവർക്കൊന്നും യാതൊരു ഫീസും കൊടുക്കേണ്ട. അവർക്ക് ഫ്രീ ആയിട്ട് എന്ത് ചെയ്യാം, ഇതിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഓക്കെ, അവർക്ക് യാതൊരു ഫീസും ഇല്ല കേട്ടോ. SC/ST അതുപോലെ PWBD എക്സ് സർവീസ്മാൻ, നിങ്ങൾ ഫീമെയിൽ കാൻഡിഡേറ്റ്സ് ആണെങ്കിലും നിങ്ങൾക്ക് ഫീ ഇല്ല കേട്ടോ. ഫീമെയിൽ കാൻഡിഡേറ്റ്സ് ഏത് കാറ്റഗറിയിൽപ്പെട്ടാണെങ്കിൽ ഫ്രീ ആയിട്ട് അപ്ലൈ ചെയ്യാം. ബാക്കിയുള്ള മെയിൽ കാൻഡിഡേറ്റ്സ് ആയിട്ടുള്ള ജനറൽ EWS OBC കാൻഡിഡേറ്റ്സിന് 500 രൂപ ഫീ അടിക്കണം. ഫീ 2 രീതിയിൽ അടിക്കാം, ഓഫ്ലൈനായിട്ടും അടിക്കാം, അതുപോലെ തന്നെ ഓൺലൈനായിട്ടും അടിക്കാം. ഏറ്റവും എളുപ്പം നിങ്ങൾക്ക് ഓൺലൈനായിട്ട് ഏതെങ്കിലും ബാങ്കിൻ്റെ ഡെബിറ്റ് കാർഡോ UPI ഒക്കെ ഉപയോഗിച്ച് ഈസി ആയിട്ട് ഫീ അടയ്ക്കാവുന്നതാണ്. ഇനി എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് അപ്ലോഡ് ചെയ്യാന്ന് വെച്ചാൽ 10ാം ക്ലാസ്സിലെ സർട്ടിഫിക്കറ്റ്, പിന്നെ പാൻ കാർഡിൻ്റെ കോപ്പി, പിന്നെ അതുപോലെ തന്നെ MSc കെമിസ്ട്രിയുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ഡിഗ്രി ഓർ അല്ലെങ്കിൽ അതിൻ്റെ ഫൈനൽ അല്ലെങ്കിൽ പ്രൊഫഷണൽ സർട്ടിഫിക്കറ്റ് അതാണ് നിങ്ങളെ കയ്യിൽ വെച്ച് അത് അപ്ലോഡ് ചെയ്യുക. ഇനിയിപ്പോൾ അവസാന വർഷം റിസൾട്ട് വെയിറ്റ് ചെയ്യുന്നവരാണെങ്കിൽ അവർക്ക് ലാസ്റ്റ് ഇഷ്യൂഡ് മാർക്ക് ഷീറ്റ്, അതായത് ഇതുവരെ നിങ്ങൾക്ക് തൊട്ട് മുൻപുള്ള സെമസ്റ്ററിൽ കിട്ടിയ മാർക്ക് ഷീറ്റ് കാര്യങ്ങൾ അപ്ലോഡ് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ഫൈനൽ ഇയർ കൺസോളിഡേറ്റഡ് മാർക്ക് ഷീറ്റ് ഒക്കെ നമ്മൾ എന്ത് ചെയ്യണം, അപ്ലോഡ് ചെയ്യണം കേട്ടോ. പെർസെൻറ്റേജ് മിനിമം പെർസെൻറ്റേജിൽ പറയുന്നുണ്ടല്ലോ, അത് കാണിക്കുന്നതിന് വേണ്ടിയിട്ട്. പിന്നെ കാസ്റ്റ് സർട്ടിഫിക്കറ്റ് കാറ്റഗറി SC/ST OBC ഒക്കെ ആണ് കാറ്റഗറി സർട്ടിഫിക്കറ്റ്. പിന്നെ നിങ്ങൾക്ക് CGP ഒക്കെ ആണ് നിങ്ങളുടെ സർട്ടിഫിക്കറ്റിൽ എങ്കിൽ അതിനെ കൺവേർട്ട് ചെയ്യുന്ന രീതിയിൽ പെർസെൻറ്റേജ് ആക്കി കൺവേർട്ട് ചെയ്യുന്ന ആ ഒരു സർട്ടിഫൈ ഇത് നമ്മൾ പഠിച്ച സ്ഥാപനത്തിൽ നിന്ന് അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് വാങ്ങണം. അത് എല്ലാവർക്കും ആവശ്യം വരില്ല. അധികവും നമ്മുടെ സർട്ടിഫിക്കറ്റിൽ തന്നെ എന്തുണ്ടാവും, കൺസോളിഡേറ്റ് മാർക്ക് ഷീറ്റ് നോക്കിയാൽ മതി. അതിൽ CGP ആണ്, ക്യുമുലേറ്റീവ് ഗ്രേഡ് പോയിൻ്റ് ആവറേജ് ആണ് നിങ്ങൾക്ക് കൊടുത്തതെങ്കിൽ, 10ന് താഴെ ഒരു നമ്പറാണ് നമുക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിനെ പെർസെൻറ്റേജ് ആക്കുന്ന ഒരു ഫോർമുല അതിലുണ്ടാവും. ഓക്കെ, അപ്പോൾ അത് അതിൻ്റെ കൺവേർഷൻ എങ്ങനെയാണെന്നുള്ളത് അതിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. വേറെ സെറ്റിങ്ങിൻ്റെ ആവശ്യമൊന്നുമില്ല, അത് തന്നെ മതി എന്നുള്ളതാണ്. അപ്പോൾ അപ്ലൈ ചെയ്യേണ്ട സ്റ്റാർട്ടിംഗ് ഡേറ്റ് ജൂൺ 26 മുതൽ നിങ്ങൾക്ക് ജൂലൈ 10 വരെയാണ് അപ്ലൈ ചെയ്യാനുള്ള സമയം. അപ്പോൾ അപ്ലൈ ചെയ്യേണ്ട ലാസ്റ്റ് ഡേറ്റ് ജൂലൈ 10 വരെയാണ്. അപ്പോൾ എങ്ങനെ അപ്ലൈ ചെയ്യുന്നത് വെച്ചാൽ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ തന്നെ NTPC റിക്രൂട്ട്മെൻറ്റ് 2026 തരും. അതിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഈ ഒരു പേജിലേക്കാണ് വരും. ഇവിടെ കാണാൻ നിങ്ങൾക്ക് അസിസ്റ്റൻറ്റ് കെമിസ്ട്രി എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇതിൽ താഴോട്ട് സ്ക്രോൾ ഡൗൺ ചെയ്യാൻ നമ്മുടെ സോഷ്യൽ മീഡിയ ഐക്കൺ കാണാൻ, താഴോട്ട് സ്ക്രോൾ ഡൗൺ ചെയ്ത് വരിക. ഏറ്റവും താഴേക്ക് വരിക. ഏറ്റവും താഴെയാണ് ഒരു ടാബിൽ കൊടുത്തിട്ടുണ്ട്, ഇമ്പോർട്ടൻറ്റ് ലിങ്ക്സ് ആണിട്ട്. നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഡൗൺലോഡ് നോട്ടിഫിക്കേഷനിൽ ക്ലിക്ക് ചെയ്യാം. അപ്ലിക്കേഷൻ ഫോം എന്നുള്ളതിൻ്റെ നേരെ നമ്മൾ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് അപ്ലൈ ചെയ്യാനുള്ള ആ ഒരു പോർട്ടലിലേക്ക് വരും, ഓപ്പൺ ആയി വരും. ഓക്കെ, അപ്ലൈ ആവുന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മൾ ഈ ഒരു പേജിലേക്കാണ് വരിക. ഈ പേജിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും, നമുക്ക് ലോഗിൻ ചെയ്യാനുള്ളൊരു ഭാഗമാണ് ഇവിടെ ഉള്ളത്. ആദ്യമായിട്ട് വരികയാണെങ്കിൽ ന്യൂ യൂസർ രജിസ്റ്റർ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യാം. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതിൽ രജിസ്റ്റർ ചെയ്ത് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. ബാക്കി കാര്യങ്ങളൊക്കെ അങ്ങനെ ഫില്ല് ചെയ്ത് നിങ്ങൾ അപ്ലൈ ചെയ്ത് പോയാൽ മതി. കണ്ടോ, നിങ്ങളുടെ ഡീറ്റെയിൽസ് ഒക്കെ കൊടുത്ത് വെരിഫൈ ചെയ്ത് അങ്ങനെ പോവാം. ഓക്കെ, അപ്പോൾ ഇതിൽ നമ്മൾ കംപ്ലീറ്റ് ചെയ്യുക, ഓരോ സ്റ്റെപ്പും കംപ്ലീറ്റ് ചെയ്ത് അങ്ങനെ സബ്മിറ്റ് ചെയ്യുക. അപ്പോൾ നമ്മൾ ഓൺലൈനായിട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. താല്പര്യമുണ്ട് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ വാട്സാപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട. അതോടൊപ്പം നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക. താങ്ക്